قال الله تعالى في الكلام المبين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما خلقت الجن والإنس إلا ليعبدون أو كما قال كنتم خير أمة أخرجت للناس تأمرون بالمعروف وتنهون عن المنكر وقال الله تعالى في شأن حبيبه إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل على سيدنا وشفيعنا وحبيبنا ومولانا محمد وعلى آل سيدنا ومولانا محمد وبارك وسلم ऐ परवरदिगार आलम, वास्ता तुझे तेरे सिफत इल्म का और मेरे जहल का, वास्ता सरकार दो आलम का, पीराने सिलसिला का, पीर नूरी का। ऐ अल्लाह हम सबको इल्म नाफे इनायत फरमा, कहने और सुनने की आला सलाहियत अता फरमा और हर दो को अमल की तौफीक अता फरमा बिजाही सैयदना मोहम्मद मुस्तफ़ा सल्लल्लाहु अलैहि वसल्लम। मोहतरम उलमाए किराम, वो खुलफाए इज़ाम, वो बिरादरान इस्लाम, अल्लाह ताला का बेइंतहा फजल है कि उसने हमें सरकार दो आलम सल्लल्लाहु अलैहि वसल्लम की उम्मत में पैदा फरमाया और हमें पैदा होने का फख्र इनायत फरमाया और इस पुरफतन दौर में दीन के सुनने और सीखने और समझने की हमें सलाहियत अता फरमाई। വന്യരായ പണ്ഡിതന്മാരെ, സിൽസിലയിലെ ഖുലഫാക്കളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അറ്റമില്ലാത്ത അനുഗ്രഹവും അവന്റെ കൃപയും കൊണ്ട് അവൻ നമ്മെ അവന്റെ ഹബീബും ഇരുലോക നേതാവുമായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉത്തമ സമുദായത്തിൽ ജനിപ്പിച്ചു. ആ സമുദായികളായി ജനിച്ചതിൽ അഭിമാനവും ഫഖറും അല്ലാഹു തആല നമുക്ക് പ്രദാനം ചെയ്തു. മാത്രമല്ല, ഈ പഴച്ചതായ കാലഘട്ടത്തിൽ വിശുദ്ധ ദീനിനെ സംബന്ധിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും യോഗ്യമായ ഈ മഹത്തായ സദസ്സിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടുകയും ചെയ്തു. बुजुर्गान मिल्लत, अल्लाह ताला का हम पर बड़ा एहसान और करम है कि परवरदिगार आलम ने हमें अहले सुन्नत वल जमात से मुंतखब फरमाया। ബഹുമാനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേൽ ചെയ്ത ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് അവൻ നമ്മെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൽ കൂർത്തിണക്കുകയുണ്ടായി. बुजुर्गों, हमारा सारी कायनात में जो निशान है वो इस्लाम से है। ബഹുമാനികളെ, നാം ഏവരുടെയും ഈ പ്രപഞ്ച ലോകത്ത് ഒരു പ്രത്യേകമായ നമ്മുടെ ഒരു അടയാളമുണ്ടെങ്കിൽ അത് വിശുദ്ധ ഇസ്ലാം ഒന്നത് മാത്രമാണ്. सारी कायनात के बसने वाले हमको देखते ही मुसलमान कहते हैं। ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സർവത്ര ജനങ്ങളും നമ്മെ കണ്ടാൽ അവർ നമ്മെ അഭിസംബോധനം ചെയ്യുന്നത് ഇവര് മുസൽമാനാണ് എന്ന നാമത്തിലാണ്. कायनात आलम में हमारी शिनाख्त हमारी दौलत से, हमारी जायदाद से, हमारी वजाहत से नहीं है। ഇന്ന് പ്രപഞ്ച ലോകത്ത് നാം അറിയപ്പെടുന്നത് നമ്മുടെ ധനം കൊണ്ടോ നമ്മുടെ പ്രതാപം കൊണ്ടോ അതല്ലെങ്കിൽ നമ്മുടെ ജനപ്പെരുപ്പം കൊണ്ടോ അല്ല, बल्कि अल्लाह ताला ने जो हमें दीन सरकार दो आलम का अता किया है वो दीन से हमारी शिनाख्त है। സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു പരിശുദ്ധമായ ദീൻ നമുക്ക് പ്രദാനം ചെയ്തോ
ആ ദീൻ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മുടെ തിരിച്ചറിവും അടയാളവുമായിട്ടുള്ളത്. हमें सबसे पहले अपने आप को मुसलमान समझना और कहना और कहलवाने की कोशिश करना चाहिए. നമുക്ക് ഇന്ന് ആദ്യമായി ആവശ്യമായിട്ടുള്ള വസ്തുത, നമ്മെ സംബന്ധിച്ച് നാം ഒരു മുസ്ലിമാണ് എന്ന് പറയുകയും ഞാനൊരു മുസ്ലിമാണ് എന്ന് സ്വയത്തെ സംബന്ധിച്ച് ധരിക്കുകയും ഞാനൊരു മുസ്ലിമാണ് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുക എന്ന മഹത്തായ ലക്ഷ്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. पहले मैं मुसलमान हूँ, बाद में अपनी जमात का ऐलान करूंगा. ആദ്യമായി തന്നെ സംബന്ധിച്ച് താൻ പരിചയപ്പെടുത്തുന്നത് ഞാനൊരു മുസൽമാനാണ്, അതിനുശേഷമാണ് താൻ ഏത് സംഘടനയുമായി ബന്ധപ്പെട്ടവനാണ് എന്നുള്ള അടയാളം. अब मुसलमान इस्तिलाह में किसे कहते हैं? എന്നാൽ സാങ്കേതികമായി മുസൽമാൻ എന്ന് പറയുന്നത് ആരെ സംബന്ധിച്ചാണ്? मैं बेहौले ही ताला दौरे हाजिर के मुसलमानों को इस्लाम क्या तहाजा कर रहा है पेश करने की सादत हासिल करूंगा. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഈ കാലഘട്ടത്തിൽ ഇവിടെ ഒരുമിച്ച് കൂടിയതായിരിക്കുന്ന ഈ ജനങ്ങൾക്ക് ഇസ്ലാമിനെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്ന താല്പര്യം എന്താണ് എന്നുള്ള വസ്തുതയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. अल्लाह ताला ने इस्लाम के क्या तहाजे पेश किए हैं? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാം അടിസ്ഥാനത്തിൽ നമ്മോട് ആവശ്യപ്പെട്ട വസ്തുതകൾ എന്തെല്ലാമാണ്? इस्लाम 5 तहाजे पेश करता है तुम्हारे सामने. ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിൽ 5 കടമകൾ ഇസ്ലാം നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. अगर वो 5 तहाजों को 5 शराइत को तुम मुकम्मल करेंगे तो आलम में तुम मुसलमान और अल्लाह के पास मुसलमान कहलाने के मुस्तहिक होंगे. ആ 5 കടമകൾ, ആ 5 കാര്യങ്ങൾ നിർവഹിക്കാൻ പരിപൂർണമായി പാലിക്കാൻ നിങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ അടുക്കലും നിങ്ങൾ മുസ്ലിമീങ്ങളായി ഗണിക്കപ്പെടുന്നതാണ്. ലോകത്തുള്ള സർവ്വ ജനങ്ങളുടെ ഇടയിലും നിങ്ങൾ മുസൽമാനായി ഗണിക്കപ്പെടുന്നതാണ്. पहला इस्लाम की जानिब से तुमसे तहाजा एतखादात का किया जाता है. ഇസ്ലാം ആദ്യമായി നിങ്ങളോട് ആവശ്യപ്പെടുന്ന ഒരു വസ്തുത നിങ്ങളുടെ വിശ്വാസം ശരിയാവണമെന്നുള്ളതാണ്. दूसरा आदात का तुम्हें हुक्म दिया जाता है. രണ്ടാമതായി ഇസ്ലാമിലെ മര്യാദകളും കടമകളും നമ്മോട് പറഞ്ഞിട്ടുണ്ട്. तीसरा इबादत का तुम्हें तहाजा करता है इस्लाम. വിശ്വാസത്തോടൊപ്പം മൂന്നാമതായി നമ്മോട് കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇബാദത്തിന്റെ നീണ്ടതായ ഒരു പട്ടിക നമ്മുടെ മുന്നിലുണ്ട്. चौथा मुआमलात का तहाजा करता है इस्लाम. നാലാമതായി ഇസ്ലാം മനുഷ്യർ തമ്മിൽ പരസ്പരമുള്ള ഇടപാടുകൾ, അതിന്റെ വ്യവസ്ഥകൾ ഇസ്ലാം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. पांचवा ताज़ीरात का हुक्म देता है इस्लाम तुम्हें. അഞ്ചാമതായി ഇസ്ലാം ഈ നിയമങ്ങൾ പാലിക്കാതെ ജീവിക്കുന്നവർക്കുള്ള ശിക്ഷാ നടപടികളും വളരെ വ്യക്തമായി നമ്മുടെ മുമ്പിൽ വരച്ചു കാണിച്ചിട്ടുണ്ട്. ये तहाजे इस्लाम के हैं. ഇതെല്ലാം ഇസ്ലാം ആവശ്യപ്പെട്ട വസ്തുതകളാണ്. अगर ये 5 में से किसी एक रुकन और शर्त को तुमने मुअत्तल किया तो मुसलमान नहीं बल्कि फासिक और फाजिर कहलाएंगे. ഈ പറയപ്പെട്ട നിബന്ധനകളിൽ നിന്ന് ഏതെങ്കിലും ഒന്നിൽ കുറഞ്ഞതായ പാകവ്യത്യാസം, മാറ്റവ്യത്യാസം നിങ്ങൾ വരുത്തിയാൽ, ഏതെങ്കിലും ചെറിയ നിരക്കുള്ള ഒരു പാകപ്പിഴവ് നിങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പരിപൂർണനായ മുസൽമാനല്ല, മറിച്ച് നിങ്ങൾ ഫാസിഖ്, ദോഷിയായ നിലയിൽ മാത്രമേ അറിയപ്പെടുകയുള്ളൂ. दौरे हाजिर में हमें सबसे पहले मुसलमान कामिल बनने की कोशिश करनी चाहिए. ഈ കാലഘട്ടത്തിൽ ഏറ്റവും ആദ്യമായി നമുക്ക് ആവശ്യമായിട്ടുള്ളത് നാം പരിപൂർണനായ ഒരു മുസൽമാനായി തീരുക എന്നുള്ളതാണ്. अल्लाह ताला तुमसे, सरकार दो आलम तुमसे अकायद की इस्लाह का मुतालबा किया है. ബഹുമാനപ്പെട്ട റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലയും നിങ്ങളോട് ഏറ്റവും ആദ്യമായി ആവശ്യപ്പെട്ടിട്ടുള്ളത് നിങ്ങളുടെ വിശ്വാസങ്ങളെ നിങ്ങൾ നന്നാക്കണമെന്നുള്ളതാണ്. कैसा अकीदा होना तुम्हारा? നിങ്ങളുടെ വിശ്വാസം എങ്ങനെയുള്ള വിശ്വാസമായിരിക്കണം? दौरे हाजिर का मुसलमान अकायद से लापरवाह मगर इबादत बराबर किए जा रहा है. ഈ കാലഘട്ടത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുസൽമാൻ അവന്റെ വിശ്വാസ കാര്യങ്ങളെ സംബന്ധിച്ച് പൂർണ്ണമായും അബോധാവസ്ഥയിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വിശ്വാസത്തെ സംബന്ധിച്ച് ആലോചിക്കാതെ ഇബാദത്തിന്റെ മേൽ ഇബാദത്തുകൾ ഇവൻ നിർവഹിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. इस्लाम की शर्त अव्वल अकायद है. ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യം, ഒന്നാമത്തെ നിബന്ധന തന്നെ വിശ്വാസങ്ങളാണ്. अकायद मुसलमान के कैसे होना? മുസൽമാന്റെ വിശ്വാസം എങ്ങനെയുള്ള വിശ്വാസമായിരിക്കണം? अल्लाह ही को नाफे उदार समझना. ഒരു മുസൽമാൻ അള്ളാഹുവിനെ മാത്രമേ
ഉപകാരവും ഉപദ്രവവും ചെയ്യുന്നവനായി മനസ്സിലാക്കാൻ പാടുള്ളൂ. अल्लाह ही को माबूद बरहक समझना, അള്ളാഹുവിനെ മാത്രമേ യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടാൻ യോഗ്യനായി മനസ്സിലാക്കാൻ പാടുള്ളൂ. और कायनात में अल्लाह ही को हाजत रवा समझना, പ്രപഞ്ചത്തിൽ ഒന്നടങ്കം എന്റെ സർവത്ര ആവശ്യങ്ങളും നിറവേറ്റി തരുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമേയുള്ളൂ എന്ന് വിശ്വസിക്കാൻ കടപ്പെട്ടവനാണ്. ये अल्लाह ताला की सुन्नत है जो आदम अलैहिस्सलाम से लेकर सरकार दो आलम तक यही चली है. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാം മുതൽ ബഹുമാനപ്പെട്ട റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള സർവത്ര പ്രവാചകന്മാരും ഈ ലോകത്ത് പ്രചരിപ്പിച്ച കാര്യം ഈ ഒരേ ഒരു യാഥാർത്ഥ്യമാണ്. तारीख इस्लाम का मुताला करने वाला जानता है सरकार दो आलम 12 साल तक सहाबाए किराम के अकायद की इस्लाह फरमाई. ചരിത്രം പഠിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും നന്നായി അറിയാവുന്ന ഒരു വസ്തുതയാണ്. ബഹുമാനപ്പെട്ട റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നുബുവത്ത് പ്രഖ്യാപിച്ചതിന് ശേഷം 12ഓളം വർഷം കേവലം ഈ വിശ്വാസത്തെ ശരിയാക്കുക എന്ന ഏക പ്രവർത്തനം മാത്രമാണ് നടത്തിയിട്ടുള്ളത്. अकायद में मुसलमान दौरे हाजिर का अल्लाह को माबूद जानता है. വിശ്വാസാടിസ്ഥാനത്തിൽ ആധുനിക യുഗത്തിലെ മുസൽമാൻ അള്ളാഹുവിനെ സംബന്ധിച്ച് അവൻ ആരാധ്യനാണ് എന്ന് പറയുന്നവരാണ്. और अल्लाह ही की इबादत कर रहा है. അള്ളാഹുവിനെ മാത്രം അവർ ആരാധിക്കുകയും ചെയ്യുന്നുണ്ട്. मगर इसका दूसरा रूप बड़ा तारीख है. എന്നാൽ ഇതിന്റെ തന്നെ ഒരു മറുവശമുണ്ട്. ആ വിഷയത്തിൽ നാം വളരെ അജ്ഞരായാണ് നിലകൊള്ളുന്നത്. कायनात के हर जर्रे जर्रे को जो है हाजत रवा समझ रहा है. പ്രപഞ്ചത്തിലുള്ള ഓരോ വസ്തുവിനെ സംബന്ധിച്ചും ഇവയൊക്കെ എന്റെ കാര്യങ്ങൾ നിറവേറ്റി തരുന്നവയാണ്, എന്റെ ആവശ്യങ്ങൾ പൂർത്തിയാക്കി തരാൻ പറ്റിയ വസ്തുക്കളാണ് എന്നാണ് ലോകത്തുള്ള ഓരോ വസ്തുവിനെ സംബന്ധിച്ചും ഇന്നത്തെ മുസൽമാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ വിശ്വാസ കാര്യങ്ങൾക്ക് നേരെ വിപരീതമാണ്. जो तुम्हारा माबूद है वही तुम्हारा हाजत रवा है. ആരാണോ നിങ്ങളുടെ ആരാധ്യനെങ്കിൽ അവൻ മാത്രമാണ് നിങ്ങളുടെ സർവത്ര ആവശ്യങ്ങളെയും നിറവേറ്റി തരുന്നവനും. अल्लाह के सिवा कोई नाफे है ना कोई ज़ार है. അള്ളാഹുവിനെ കൂടാതെ ഒരു ഉപകാരം ചെയ്യുന്നവനുമില്ല, ഒരു ഉപദ്രവം എത്തിക്കുന്നവനുമില്ല. अहले इल्म जानते हैं इस मसले को. ഇൽമിന്റെ അഹലുകാർ ഈ വിഷയം നന്നായി മനസ്സിലാക്കുന്നവരാണ്. जाहिलों के जहन में ये आता है कि नफा मखलूक देती है और नुकसान भी मखलूक देती है. എന്നാൽ അറിവില്ലാത്ത അജ്ഞന്മാർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് ഗുണമായി ലാഭമായി എന്തെല്ലാം ലഭിക്കുന്നു അതൊക്കെ സൃഷ്ടികൾ മുഖേനയാണ്, ഉപദ്രവമായി എന്തെല്ലാം എനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇതും സൃഷ്ടികൾ മുഖേന തന്നെയാണ് എന്നാണ് അജ്ഞരായ ജനങ്ങൾ മനസ്സിലാക്കുന്നത്. इसी की इस्लाह करने के लिए अल्लाह अपने अंबिया को भेजा, औलिया को भेजा. क़यामत तक अल्लाह ये सिलसिला जारी रखेगा. ഇതേ വിശ്വാസ പിഴവിനെ ശരിയാക്കുന്നതിന് ദൂരീകരിക്കുന്നതിന് വേണ്ടി തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സർവത്ര അമ്പിയാക്കളെയും ഈ ലോകത്തേക്ക് അയച്ചത്. ബഹുമാനപ്പെട്ട റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഇതേ ദൗത്യമാണ് നിർവഹിച്ചത്. हुजूर अकरम सल्लल्लाहु अलैहि वसल्लम की बेअसत का जमाना शिर्क और कुफ्र का जमाना था. ബഹുമാനപ്പെട്ട റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്ത് ആഗതരായ ആ കാലഘട്ടം ഷിർക്കിന്റെയും കുഫ്രിന്റെയും കൂരിരുട്ട് നിറഞ്ഞ കാലഘട്ടമാണ്. आज अल्लाह के फजल से जो है वो शिर्क और कुफ्र की आंधियां मिट गई. ഇന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ആ കുഫ്രിന്റെയും ഷിർക്കിന്റെയും ഇരുള് അവസാനിച്ചിരിക്കുകയാണ്. मुवहिद आदम बन गया मुसलमान. ഇന്നത്തെ മുസൽമാൻ ഏറ്റവും വലിയ മുവഹിദീങ്ങൾ തൗഹീദിനെ അംഗീകരിക്കുന്നവരായി മാറിയിരിക്കുകയാണ്. सारी कायनात को किसी को भी काबिल परस्तिश नहीं समझता, अल्लाह ही की इबादत करता है. ലോകത്തുള്ള ഒരു വസ്തുവിനെയും അവര് ആരാധിക്കാൻ യോഗ്യമായി മനസ്സിലാക്കുന്നില്ല. അള്ളാഹു മാത്രമേ ആരാധനയ്ക്ക് യോഗ്യനുള്ളൂ എന്ന് മനസ്സിലാക്കി അവനെ മാത്രം ആരാധിക്കുന്നവരാണ് ഇന്ന് ലോകത്തുള്ള സർവത്ര മുസ്ലിമീങ്ങളും. जिस तरह ये अल्लाह की इबादत कर रहा है उसी तरह ये अल्लाह को हाजत रवा समझना. എപ്രകാരം ഇവർ അള്ളാഹുവിനെ മാത്രം ആരാധ്യനായി മനസ്സിലാക്കുന്നുവോ ഇതേ പ്രകാരം തന്നെ അള്ളാഹുവിനെ മാത്രം ആവശ്യങ്ങൾ നിറവേറ്റി തരുന്നവനായും ഇവർ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. अल्लाह ही को नाफे औजार समझना. അള്ളാഹുവിനെ മാത്രം ഉപകാരവും ഉപദ്രവവും ചെയ്യുന്നവനായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. जब तक इन उलूम से तुम इस्तेफादा नहीं करेंगे ये गंदगी तुमसे दूर नहीं होगी. ഈ ഇൽമുകൾ വേണ്ട വിധത്തിൽ പഠിക്കാത്ത കാലത്തോളം ഈ ദൂഷ്യങ്ങൾ നമ്മിൽ നിന്ന് അകറ്റാൻ ഒരിക്കലും നമുക്ക് സാധ്യമാകുന്നതല്ല. सरकार दो आलम का उसवा, सरकार दो आलम की जिंदगी, सहाबाए किराम रिजवानुल्लाह ताला अलैहिम अजमईन की जिंदगी ये पता देती है कि सरकार दो आलम कैसे अल्लाह को हाजत रवा नाफे औजार समझे. ബഹുമാനപ്പെട്ട റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഉദാത്തമായ ജീവിതം, മഹത്തായ ചര്യ,
ബഹുമാനപ്പെട്ട സഹാബത്ത് റിദ്വാനുല്ലാഹി തആല അൻഹും അജ്മഈൻ അവർ ജീവിച്ചു കാണിച്ച ആ മാതൃക അത് പരിശോധിച്ചു നോക്കിയാൽ നമുക്കറിയാം, അവർ ആവശ്യങ്ങളുടെ ഓരോ രംഗത്തും അള്ളാഹുവിനെ മാത്രം ആവശ്യങ്ങൾ നിറവേറ്റി തരുന്നവനായി എങ്ങനെ മനസ്സിലാക്കിയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. सरकारे दो आलम एक दफा सहाबा की जमात के साथ तशरीफ ले जा रहे हैं. ഒരിക്കൽ ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സഹാബത്തിനോടൊപ്പം ഒരു യാത്രയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. एक मंजिल पर सरकारे दो आलम ने ഖിയാം फरमाया. ഒരു സ്ഥലത്തെത്തിയപ്പോൾ വിശ്രമിക്കുന്നതിന് വേണ്ടി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതാനും സമയം അവിടെ തങ്ങുകയുണ്ടായി. एक यहूदी जो हमेशा ताक में रहता था, सरकारे दो आलम लेटे हुए आपके सीने पर तलवार तान के पूछता है, ऐ मोहम्मद तुमको कौन बचाएगा? ഇങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മരച്ചുവട്ടിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കുന്നതിന് മധ്യേ ഒരു യഹൂദിയായ വ്യക്തി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അപകടപ്പെടുത്തുവാൻ വേണ്ടി തങ്ങളെ പിന്നാലെ കൂടിക്കൊണ്ട് യാത്ര ചെയ്യുന്ന ആ വ്യക്തി ഈ അവസരം നോക്കിക്കൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറങ്ങുകയാണ്. ആ ഉറങ്ങുന്ന സമയത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ തന്റെ വാൾ ഊരിക്കൊണ്ട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചോദിക്കുകയുണ്ടായി, അല്ലയോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ ഈ സമയത്ത് ആരായിരിക്കും രക്ഷിക്കുക എന്ന് ചോദിച്ചു. ആ സമയത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് कहते ही यहूदी के हाथ से तलवार छूट गई. ബഹുമാനപ്പെട്ട സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടനെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹത്തായ കലിമ ഉച്ചരിക്കേണ്ട താമസം ആ യഹൂദിയുടെ കൈ വിറച്ച് അയാളുടെ കയ്യിൽ നിന്ന് ആ വാൾ താഴെ വീഴുകയാണ്. सरकारे दो आलम अपने दस्ते हक परस पे तलवार लेके पूछते हैं उस यहूदी से, ऐ दुश्मन खुदा अब बोल के तुझे कौन बचाएगा? ഉടനെ തന്നെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വാൾ തങ്ങളുടെ കയ്യിലെടുത്തുകൊണ്ട് ആ യഹൂദിയെ അഭിസംബോധനം ചെയ്തുകൊണ്ട് ചോദിക്കുന്നു, അല്ലയോ യഹൂദി, അള്ളാഹുവിന്റെ ശത്രു, ഇപ്പോൾ താൻ പറയൂ, എന്നിൽ നിന്ന് നിന്നെ ആര് രക്ഷപ്പെടുത്തും? യഹൂദി कहता है कि ऐ मोहम्मद सल्लल्लाहु अलैहि वसल्लम आप बचाएंगे. ആ സമയത്ത് യഹൂദി പറയുന്ന മറുപടി എന്താണ്? അല്ലയോ മുഹമ്മദ്, തങ്ങൾ മാത്രമേ എന്നെ ഈ സമയത്ത് രക്ഷപ്പെടുത്തുകയുള്ളൂ എന്നാണ് ആ വ്യക്തി മറുപടി പറഞ്ഞത്. തൽവാർ ഹാത്ത് മേ ഹൈ, കയ്യിൽ വാളാണുള്ളത്. സർക്കാരെ ദോ ആലം ലേटे हुए हैं. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുകയാണ്. ദുശ്മൻ തൽവാർ താൻ के सीने पर पूछ रहा है कि कौन बचाएगा तुमको. ശത്രു നെഞ്ചിന്റെ നേരെ വാൾ ഉയർത്തി പിടിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്, ഈ സമയത്ത് നിങ്ങളെ ആര് രക്ഷിക്കും എന്നിൽ നിന്ന് എന്ന്. क्या उस्वा है सरकारे दो आलम का? ആ സമയത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസ്ഥ, തങ്ങളുടെ ആ ചര്യ നമ്മുടെ മുന്നിൽ എന്താണ് പഠിപ്പിക്കുന്നത്? उस मुकाम पर सरकारे दो आलम फरमाते हैं ला ഇലാഹ ഇല്ലല്ലാഹ്. ആ സന്ദർഭത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കാണ്. क्या अकीदा सरकारे दो आलम उम्मत को देके गए. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സമൂഹത്തിന്, അവിടുത്തെ സമുദായത്തിന് ഏതൊരു വിശ്വാസമാണ് നൽകിക്കൊണ്ട് പോയത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. दुश्मन की तलवार के नीचे भी जो है कलमा पढ़ के बता दिया सरकारे दो आलम ने. ശത്രുവിന്റെ വാളിന് ചുവട്ടിൽ കിടക്കുന്ന സമയത്തും ആ കലിമ ഉച്ചരിച്ചുകൊണ്ട് തന്റെ സമുദായത്തിന് മാതൃക കാണിക്കുകയുണ്ടായി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. कैसा जोड़ है अल्लाह से सरकारे दो आलम का. അള്ളാഹുമായി തങ്ങൾക്കുണ്ടായിരുന്ന ബന്ധം ഏത് ക്രമത്തിലാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. कैसा जोड़ है सहाबा किराम का अल्लाह ताला से. ആ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിക്ഷണം സ്വീകരിച്ച സഹാബത്തിന് അള്ളാഹുവിനോടുണ്ടായിരുന്ന ബന്ധം ഏത് ക്രമത്തിലാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. आज हमारा क्या आलम है. എന്നാൽ ഇന്ന് നമ്മുടെ അവസ്ഥ എന്താണ്? इबादत तो अल्लाह की कर रहे हैं. അള്ളാഹുവിന്റെ ഇബാദത്തുകൾ നാം ചെയ്തുകൊണ്ടിരിക്കുന്നു. मगर नाफे और दार गैरुल्लाह को समझते हैं हम. എന്നാൽ അതോടൊപ്പം നാഫിഉം ളാറുമായി ഉപകാരവും ഉപദ്രവവും ചെയ്യുന്നവയായി അള്ളാഹു അല്ലാത്ത ഇതര സൃഷ്ടികളെയാണ് നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. कारोबार में नफा हुआ खुश हो गए, कारोबार में नुकसान हुआ रंजीदा हो गए. क्या जोड़ है तुमको अल्लाह से. അഥവാ താൻ ചെയ്യുന്ന ബിസിനസ്സിൽ, കച്ചവടത്തിൽ ലാഭം ലഭിച്ചാൽ ഇവൻ സന്തോഷിക്കുകയാണ്. ഈ കച്ചവടത്തിൽ തനിക്ക് ഒരു നഷ്ടം സംഭവിച്ചാൽ ഇവൻ ദുഃഖിക്കുകയാണ്. നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾക്ക് അള്ളാഹുമായി എന്ത് ബന്ധമാണുള്ളത്? तुम अल्लाह के बंदे हैं या तिजारत के बंदे हैं? तुम अल्लाह के बंदे हैं या कारोबार के बंदे हैं? കച്ചവടം കൊണ്ട് സന്തോഷിക്കുകയും കച്ചവടം നഷ്ടപ്പെടുമ്പോൾ ദുഃഖിക്കുകയും ചെയ്യുന്ന നിങ്ങൾ ഈ കച്ചവടത്തിന്റെ അടിമകളാണോ അതല്ല അള്ളാഹുവിന്റെ അടിമകളാണോ? നിങ്ങൾ ഈ ഇടപാടുകളുടെ അടിമയാണോ അതല്ല അള്ളാഹുവിന്റെ അടിമയാണോ? तुम्हारे क़ल्ब में अल्लाह की तौहीद की अमादत डगमगा रही है. നിങ്ങളുടെ ഹൃദയങ്ങളിൽ അള്ളാഹുവിന്റെ ആ തൗഹീദിന്റെ കിരണങ്ങൾ ഇന്നും മിന്നി തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. बज़ाहिर तुम अल्लाह की इबादत करने के लिए अपने अजसाम को झुका रहे हो.
പ്രത്യക്ഷത്തിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളുടെ ശരീരങ്ങളെ അള്ളാഹുവിന്റെ മുന്നിൽ നിങ്ങൾ കുനിക്കുന്നവരാണ്. മഗർ തുമ്ഹാരെ ഖൽബ് ജോ ഹൈ മാസിബ അല്ലാഹ് കെ തറഫ് ഫൈലെ ഹുവേ ഹൈ. എന്നിരിക്കെ നിങ്ങളുടെ മനസ്സുകൾ അള്ളാഹു അല്ലാത്ത ഇതര വസ്തുക്കളിൽ അന്വേഷിച്ചുകൊണ്ടും ചിതറിക്കൊണ്ടുമാണ് ഇരിക്കുന്നത്. സർക്കാർ ദോ ആലം തശ്രീഫ് ലാകർ ഇസ് ശിർക്ക് കോ റഫാ കിയാ, ഇസ് കുഫ്ർ കോ റഫാ കിയാ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്ത് ആഗതരായിക്കൊണ്ട് ഈ ശിർക്കിനെയും കുഫ്രിനെയുമാണ് ആദ്യമായി ദൂരീകരിച്ചത്. ആജ് ഉലമാए ज़वाहिर जानते हैं शिर्क के अक़साम कितने हैं. ഇന്ന് ലാഹിരിയായ പണ്ഡിതന്മാർ വളരെ വ്യക്തമായി അറിയുന്ന ഒരു കാര്യമാണ് ഷിർക്കിന് എത്ര ഇനങ്ങളുണ്ട് എന്ന്. ये अहले तरीक़ के इस्तिलाह नहीं, ഷിർക്കിന്റെ ഇനങ്ങൾ പറയുന്നത് തരീഖത്തുകാരുടെ പ്രത്യേകമായ സാങ്കേതിക വാക്കുകളല്ല, ബൽക്കി ഉലമാए ज़वाहिर की इस्तिलाह है. ये പണ്ഡിതന്മാരൊക്കെ അംഗീകരിക്കുന്ന സാങ്കേതിക പദങ്ങളാണത്. दर्स अपने तुलबा को देते हैं. ये അവരുടെ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന പാഠങ്ങളാണ് അവര്. शिर्क जली, शिर्क खफी, शिर्क अख्फा, शिर्क खफीउल अख्फा. मिस्ताख क्या है इसका? ഷിർക്ക് ഖഫീ, ഷിർക്ക് ജലീ, ഷിർക്ക് ഖഫീ, ഷിർക്ക് ഖഫീഉൽ അഖ്ഫ എന്നിങ്ങനെയുള്ള ഈ ഷിർക്കുകള് ഇവരെ വിദ്യാർത്ഥികൾക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, വാക്കുകൾ മനസ്സിലാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ പറഞ്ഞ ഷിർക്കുകളുടെ തത്വം എന്ത്, താല്പര്യം എന്ത് എന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ടിയിരിക്കുന്നു. तुम पढ़ के गुजर गए, നിങ്ങൾ കേവലം അത് ഓതി മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. अल्लाह ने अपने फजल से हमको मिस्दाख अता किया. അള്ളാഹു അവന്റെ ഫضل കൊണ്ട് നമുക്ക് നൽകിയിട്ടുള്ളത് ഈ പറയുന്ന വാക്കുകളുടെ തത്വവും സാരവുമാണ്. हर शिर्क का क्या मिस्दाख है, क्या रब्त है, क्या महल है. ഓരോ ഷിർക്കിന്റെയും തത്വം എന്ത്, അതിന്റെ ബന്ധം ഏതിനോട്, അതിന്റെ സ്ഥാനം ഏത് എന്ന് വകതിരിച്ച് മനസ്സിലാക്കി കൊടുക്കുന്നു. अगर तुम तुलबा को, अपने शागिर्दों को अपने इंतबाह और मिस्दाख देते, खुदा की खत्म आज मुसलमानों में ये बेचैनी और ये बेकैफियती का मंजर नजर नहीं आता. അഥവാ നിങ്ങളും ഈ ഓരോ ഷിർക്കിന്റെ തത്വവും അതിന്റെ പരസ്പര ബന്ധങ്ങളും നിങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കി കൊടുത്തിരുന്നുവെങ്കിൽ ഇന്ന് ലോകത്തുള്ള മുസൽമാനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ അസ്വസ്ഥത, ഈ സമാധാനമില്ലായ്മ ഒരിക്കലും കാണപ്പെടുമായിരുന്നില്ല. तुम शिर्कों की तारीफ करते हो, നിങ്ങൾ ഇന്ന് ഷിർക്കിന്റെ നിർവചനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, पूरा जोर लाके शिर्के जली पर छोड़ देते हो. പക്ഷേ നിങ്ങളുടെ സർവത്ര ശ്രമവും കേവലം ജലിയായ ഷിർക്കിനെ സംബന്ധിച്ച് മാത്രമാണുള്ളത്. और तुम्हारी दुस्तीदा दिलेरी का ये आलम है कि मुसलमान अगर पत्थर को हाथ लगाया तो शिर्क कह देते हो तुम. അതോടൊപ്പം നിങ്ങളുടെ ധീരതയുടെ അറ്റം എവിടെ എത്തിയിരിക്കുന്നു, മുസൽമാൻ അഥവാ ഒരു കല്ലിനെ ഒന്ന് സ്പർശിക്കുകയാണെങ്കിൽ അതിനെ വരെ നിങ്ങൾ ശിർക്ക് എന്ന് പറയുന്ന അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. अल्लाह का वज़ल, मैं हर साल हज बैतुल्लाह को 2 मरतबा जाता हूँ. അള്ളാഹുവിന്റെ ഫضലിന്റെ പേരിൽ പറയുകയാണ്, ഞാൻ ഓരോ വർഷവും 2 പ്രാവശ്യം കഅബ സന്ദർശിക്കുന്നതിന് ഹജ്ജിനും ഒരു ഉംറയ്ക്കും വേണ്ടി പോകുന്നുണ്ട്. मताफ में तवाफ करते वक्त अगर रुकने यमानी को कोई हाजी या तवाफ करने वाला हाथ लगाता है, कहते हैं ये शिर्क है. ആ കഅബത്തെ തവാഫ് ചെയ്യുന്ന സന്ദർഭത്തിൽ അഥവാ ഏതെങ്കിലും ഒരു വ്യക്തി കഅബത്തെ അല്ലെങ്കിൽ റുക്നെ യമാനിയെ ഒന്ന് തന്റെ കൈ കൊണ്ടൊന്ന് സ്പർശിച്ചാൽ അവിടെയുള്ള പണ്ഡിതൻ പറയുന്നത് ഇത് ഷിർക്കാണ് എന്നാണ്. और वही तवाफ करने वाला जब हजरे अस्वद पर आकर बोसा लेते हैं तो तौहीद हो जाती है. അതേ തവാഫ് ചെയ്യുന്ന വ്യക്തി ഹജറുൽ അസ്വദിന്റെ മേൽ കൈവെക്കുകയല്ല, തന്റെ നെറ്റി തന്നെ വെച്ച് ചുംബിക്കുകയാണെങ്കിൽ അത് തൗഹീദായി മാറുകയും ചെയ്തിരിക്കുന്നു. ऐसी सितम ज़रीफी है तुम्हारे इल्म की. നിങ്ങളുടെ ഇൽമിന്റെ അപകടാവസ്ഥ എത്രമാത്രം എത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. हाथ लगाना शिर्क है तुम्हारे पास, देखना शिर्क नहीं है तुम्हारे पास. കൈകൊണ്ട് സ്പർശിക്കൽ നിങ്ങളുടെ അടുക്കൽ ഷിർക്കായി മാറിയിട്ടുണ്ട്, പക്ഷെ അതിനെ നോക്കൽ നിങ്ങളുടെ അടുക്കൽ ഷിർക്കായില്ലേ. जब शरीयत मुताहरा ने तुमको नजरी इबादत भी कहा और नजरी गुनाह की भी तुम तफसील देते हो. നിങ്ങൾ ഏതൊരു ശരീഅത്തിന്റെ മേൽ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ടോ ആ ശരീഅത്ത് അടിസ്ഥാനത്തിൽ നോട്ടത്തിൽ പുണ്യവുമുണ്ട്, നോട്ടത്തിൽ തന്നെ കുറ്റങ്ങളുമുണ്ട്. തെറ്റായ നോട്ടമുണ്ട്, അനുഗ്രഹം ലഭിക്കുന്ന കൂലി ലഭിക്കുന്ന നോട്ടവുമുണ്ട്. ഇങ്ങനെ നോട്ടത്തിൽ നല്ലതും ചീത്തയും നിങ്ങൾ വകതിരിക്കുന്നെങ്കിൽ ഇതുപോലെ ഇവിടെ നോട്ടത്തിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് വ്യത്യാസമുണ്ടായില്ല? काबतुल्लाह शरीफ को देखना, घूरना नजरी इबादत, कलाम पाक को पढ़ना देखना इबादत, माँ बाप नेकोकार का देखना इबादत, आलिम का देखना इबादत, ये नजरी इबादत है. വിശുദ്ധ കഅബാലയത്തെ തന്റെ കണ്ണുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളത് കണ്ണിന്റെ ഇബാദത്താണ്. തന്റെ അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെ നോക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളത് നോട്ടത്തിന്റെ ഇബാദത്താണ്.
വിശുദ്ധ ഖുർആനിനെ ഓതൽ ഇബാദത്ത് എന്ന് മാത്രമല്ല, വിശുദ്ധ ഖുർആനിലേക്ക് നോക്കിയിരിക്കുക എന്നുള്ളതും ഇബാദത്താണ്. ഒരു പണ്ഡിതൻ ഒരു ആലിമിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതും നോട്ടത്തിന്റെ ഇബാദത്താണ്. और इसी तरह अगर कोई गैर महरम को अगर अपनी नजरों से घूरा, गुनाह सरजद हुआ, नजरी जिना का मुर्तकिब हो गया वो. എന്നതുപോലെ തന്നെ ഒരു വ്യക്തി തന്റെ കണ്ണുകൊണ്ട് ഒരു അന്യ സ്ത്രീയെ നോക്കിക്കഴിഞ്ഞാൽ അത് നോട്ടത്തിലുള്ള തെറ്റാണ്, നോട്ടത്തിന്റെ വ്യഭിചാരമാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. तालीमात का ये तसलसल है, ഈ നിലയിലാണ് നമ്മുടെ മുന്നിലുള്ള പാഠ്യപദ്ധതിയുള്ളത്. कि तालिब इल्म के फहम को जो है मुखय्यद करके रख देते हैं. തന്റെ मुന്നിൽ വരുന്ന വിദ്യാർത്ഥിയുടെ ചിന്താഗതിയെ ആകമാനം കുടുസാക്കുന്ന സമ്പ്രദായമാണ് നമ്മുടെ മുന്നിലുള്ളത്. एक ही मुकाम, एक ही बिल्डिंग, एक ही इमारत, इस मुकाम पे हाथ लगाया मुशरिक और वहां बोसा दिया मवहिद. ഒരേ ബിൽഡിംഗ്, ഒരേ സ്ഥലം, ഒരേ കെട്ടിടം. ആ കെട്ടിടത്തിന്റെ ഒരു ഭാഗത്ത് കൈകൊണ്ട് തൊട്ടാൽ തന്നെ ശിർക്കായി മാറി, മറ്റൊരു ഭാഗത്ത് മുഖം വെച്ച് ചുംബിച്ചാൽ അത് തൗഹീദുമായി മാറിയിരിക്കുന്നു. शिर्क से बचाना उलमाए किराम का काम है. ശിർക്കിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ള ഉത്തരവാദിത്തം പണ്ഡിതന്മാരുടേതാണ്. जहन में तुलबा के, अवाम के ये जहन देना उनको कि शिर्क अगर किसी को शरीक किया तो वो मुशरिक. അള്ളാഹുവിന്റെ ദാത്തിലോ സിഫാത്തിലോ അഫ്ആലിലോ ആസാറിലോ മറ്റാരെങ്കിലും പങ്കാളിയാക്കിയാൽ അവൻ മുശ്രിക്കാണ്. मैं पत्थर को पत्थर समझ के हाथ लगा रहा हूँ, शिर्क कैसे हुआ? ഞാൻ ഒരു കല്ലിനെ കല്ലെന്ന് മനസ്സിലാക്കി അതിനെ സ്പർശിക്കുന്നെങ്കിൽ അതെങ്ങനെ ശിർക്കാകുന്നു? ये तालीम तुम हासिल करना, ഈ കാര്യം നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കണം. ये तालीम अकायद की तालीम है. ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ടവയാണ്. अकीदा तुम्हारा दुरुस्त नहीं, നിങ്ങളുടെ വിശ്വാസം ശരിയായില്ല, इबादत किए जा रहे हैं, അതോടൊപ്പം ഇബാദത്തുകൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. अल्लाह को माबूद समझ रहे हैं, അള്ളാഹുവിനെ തന്റെ ആരാധ്യനായി മനസ്സിലാക്കുന്നു. मगर अल्लाह को हाजत रवा नहीं समझते, പക്ഷേ ആവശ്യങ്ങൾ നിറവേറ്റി തരുന്നവനായി അള്ളാഹുവിനെ മനസ്സിലാക്കുന്നില്ല. अल्लाह को नाफे उजार नहीं समझते. ഉപകാരവും ഉപദ്രവവും ചെയ്യുന്നവനായി അള്ളാഹുവിനെ മനസ്സിലാക്കുന്നില്ല. इस्लाम सिखाता है ഇസ്ലാം പഠിപ്പിക്കുന്നത് अल्लाह ही नाफे है, अल्लाह ही जार है. അള്ളാഹു മാത്രമാണ് ഉപകാരം ചെയ്യുന്നവൻ, അള്ളാഹു മാത്രമാണ് ഉപദ്രവം എത്തിക്കുന്നവൻ. ये अकायद हमारे ऐसे होना, നമ്മുടെ വിശ്വാസങ്ങൾ ഈ ക്രമത്തിലുള്ളതായിരിക്കണം. इस्लाम के तकाज़ों के तहत अगर हमारे अकायद दुरुस्त हो जाएंगे, ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ വിശ്വാസങ്ങൾ ശരിയായി തീർന്നാൽ खुदा की कसम कायनात में तुमसे बेहतर कोई नहीं. അള്ളാഹുവിനെ തന്നെയാണ് സത്യം, ഈ പ്രപഞ്ചത്തിൽ നിങ്ങളെക്കാൾ ഉത്തമരായി മറ്റൊരാൾ ഉണ്ടാവുകയില്ല. आप मुलाहिजा फरमाइए, നിങ്ങൾ മനസ്സിലാക്കണം, इस्लाम तरक्की करता हुआ जब 313 नुफूस पर मुश्तमल हुआ, ഇസ്ലാം അഭിവൃദ്ധി പ്രാപിച്ച് 313 എണ്ണം വരെ എത്തിയപ്പോൾ सारे आलम के लिए चैलेंज बन गया. ലോകത്തിന് ഒന്നടങ്കം അവരൊരു വെല്ലുവിളിയായി മാറി. बड़े बड़े खैसर और किसरा की हुकूमतों के रखने वाले कांपने लगे. കൈസർ ഖിസ്റ പോലത്തെ ഉന്നതന്മാരായ ഭരണകൂടക്കാര് ഇവരെ കണ്ടുകൊണ്ട് വിറവിറക്കാൻ തുടങ്ങി. तादाद क्या है इनकी? ഇവരുടെ എണ്ണസംഖ്യ എത്രയാണ്? 313. 313. सारे आलम पर हल्ला बोल दिए. മുഴുവൻ ലോകത്തിന്റെ മുന്നിൽ ഇവർ വെല്ലുവിളിയായി സർവത്തിനെയും വെല്ലുവിളിക്കുന്ന അവസ്ഥയിലേക്ക് ഇവരെത്തി. अल्लाह कैसी नुसरत दिया उनको? അവരെ അല്ലാഹു തആല എങ്ങനെയാണ് സഹായിച്ചത്? आज हम अरबों की तादाद में है, करोड़ों की तादाद में है. ഇന്ന് നാം ലക്ഷക്കണക്കിന് ആളുകളുണ്ട്, കോടിക്കണക്ക് വരെ നമ്മുടെ എണ്ണം എത്തിയിരിക്കുകയാണ്. हमारा रहना और नहीं रहना दोनों बराबर है. നാം ഈ ഭൂമിയുടെ മുകളിൽ ഉണ്ടാവലും നമ്മുടെ ഇല്ലായ്മയും രണ്ടും സമമായി മാറിയിരിക്കുകയാണെന്ന്. वो 313 का ताल्लुक और रब्त अल्लाह से था. അവര് 313 ഉണ്ടായിരുന്നുവെങ്കിലും അവരുടെ ബന്ധം അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി ശക്തിപ്പെട്ടതായിരുന്നു. अपनी कसरत को नहीं देखे, असबाब को नहीं देखे, मुल्क को नहीं देखे, बादशाह को नहीं देखे, अल्लाह पर नजर है उनकी. അവരവരുടെ എണ്ണസംഖ്യയിലേക്ക് നോക്കിയില്ല, അവരുടെ ആയുധങ്ങളിലേക്ക് നോക്കിയില്ല, അവരുടെ സമ്പാദ്യങ്ങളിലേക്ക് നോക്കിയില്ല, അവരുടെ അടുക്കലുള്ള പ്രതാപങ്ങളിലേക്ക് അവർ നോക്കിയില്ല. അവരുടെ സർവത്ര നോട്ടവും സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ മാത്രമായിരുന്നു. ये बातिनी क़ुव्वत उनमें कैसे पैदा हुई? ഈ ആന്തരികമായ ബാത്നിയായ ഈ ശക്തി
അവരുടെ ഉള്ളിൽ ഉടലെടുത്തത് എന്തിന്റെ പേരിലായിരുന്നു എന്ന് നാം ആലോചിക്കണം. अब भी पैदा होने के लिए तैयार है. ആ ശക്തി ഇന്നും നമ്മുടെ ഉള്ളിലും ഉണ്ടാവാൻ സാധ്യമായ ഒന്ന് തന്നെയാണ്. इसी शायर ने कहा आज भी हो जो इब्राहिम सा ईमा पैदा आग कर सकती है अंदाजे गुलिस्तां पैदा. ഒരു കവി പറഞ്ഞിട്ടുണ്ട്, ആജ് ബി ഹോ ജോ ഇബ്രാഹിം സ ഇമാം പൈദാ ആഗ് കർ സക്തി ഹെ അന്ദാസ് ഗുലിസ്താൻ പൈദാ. ഇന്നും അഥവാ ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ആ വിശ്വാസം ആരെങ്കിലും ആർജിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി ഈ ലോകത്തെ തീകുണ്ടാരം ഇന്നും ഒരു പൂന്തോട്ടമാവാൻ തയ്യാറാണ്. एक बड़ी भूल मुसलमानों से ये हो रही है. ഇന്ന് മുസ്ലിമീങ്ങളിൽ സംഭവിച്ച ഏറ്റവും വലിയൊരു അലസത, दौरे हाजिर के मुसलमान को अपनी जायदाद के साथ होने का यकीन, औलाद के होने का यकीन, मुल्क के होने का यकीन, हर चीज का यकीन, मगर अल्लाह की मायत का यकीन नहीं इसको. ഇന്നത്തെ മുസൽമാന് തന്റെ കയ്യിലുള്ള പണം തന്നോടൊപ്പമുണ്ട് എന്ന വിശ്വാസമുണ്ട്, തന്റെ ഭാര്യ തന്റെ കൂടെയുണ്ട് എന്ന വിശ്വാസമുണ്ട്, തന്റെ മക്കൾ തന്റെ കൂടെയുണ്ട് എന്ന വിശ്വാസമുണ്ട്. ഈ ലോകത്ത് ഏതെല്ലാം വസ്തുക്കളുണ്ടോ അവയൊക്കെ എന്നോടൊപ്പമുണ്ട്, കൂടെയുണ്ട് എന്ന് വിശ്വാസമുള്ളവരാണ്. പക്ഷേ ഇവർക്ക് വിശ്വാസമില്ല എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ കൂടെയുണ്ട് എന്ന വിശ്വാസം ഇന്ന് മുസൽമാന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. സഹാബാ കിറാം റിദ്വാനുല്ലാഹി തആല अलैहिम अजमईन का ये आलम सारे मासी व अल्लाह साथ है, मगर उनके रहने का यकीन नहीं, अल्लाह की मायत का यकीन है उनको. എന്നാൽ ഉന്നതന്മാരായ സഹാബത്ത്, ആ മഹാന്മാരായ സഹാബത്തിന്റെ അവസ്ഥ എന്താണ്? ലോകത്തുള്ള സർവത്ര വസ്തുക്കളും അവരോടൊപ്പമുണ്ട്, പക്ഷേ അവയൊന്നും കൂടെയുള്ളതായി അവർക്ക് വിശ്വാസമില്ല. അവർക്ക് വിശ്വാസമുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം, അല്ലാഹു എന്നോടൊപ്പമുണ്ട് എന്ന വിശ്വാസം മാത്രമാണ് അവർക്കുണ്ടായിരുന്നത്. हम तारीख पढ़ते हैं इस्लाम की, നാം ഇസ്ലാമിന്റെ ചരിത്രങ്ങൾ വായിക്കുന്നവരാണ്. हिजरत वाला वाक़या उलमा मिंबर पर ठहर कर अवाम को आगाह करते हैं. ബഹുമാനപ്പെട്ട റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഹിജറക്ക് പോയ ആ സംഭവം പണ്ഡിതന്മാർ സ്റ്റേജിന്റെ മുകളിൽ നിന്ന് ഉച്ചത്തിൽ പ്രസംഗിക്കുന്നത് നാം കേൾക്കുന്നതാണ് സാധാരണ. सरकारे दो आलम सैयदना सिद्दीक रज़ी अल्लाह तआला अन्हु के साथ गार में तशरीफ फरमा है. ബഹുമാനപ്പെട്ട റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ആ മാളത്തിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ് ഹിജറത്ത് പോകുന്ന സമയത്ത്. कुफ्फार मक्का गार पर आ गए, तलवारें चमक रही है. सैयदना सिद्दीक ने कहा या नबी अल्लाह, दुश्मन आ गए, उनके पैर और उनकी हथियार नजर आ रही है. ആ സന്ദർഭത്തിൽ അവരെ അന്വേഷിച്ചുകൊണ്ട് ശത്രുക്കൾ അവരെ കൊല ചെയ്യുന്നതിന് വേണ്ടി അവരുടെ പിന്നാലെ കൂടി അവർ അഭയം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ആ മാളത്തിന് മുകളിൽ വരെ എത്തിയിരിക്കുകയാണ്. ആ മാളത്തിന്റെ മുകൾ ഭാഗത്ത് താഴെ നിന്ന് നോക്കിയാൽ ശത്രുക്കളുടെ പാദങ്ങൾ കാണാൻ സാധിക്കുന്നു. അവരുടെ കൈകളിൽ മിന്നിത്തിളങ്ങുന്ന ഊരിപ്പിടിച്ച വാളുകളും കാണാൻ സാധിക്കുന്നു. ആ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നു, അല്ലാഹുവിന്റെ റസൂലേ, ശത്രുക്കൾ നമ്മെ അന്വേഷിച്ച് നമ്മുടെ തലമുകളിൽ വരെ ഇതാ എത്തിയിരിക്കുകയാണ്. सरकारे दो आलम अभी कुछ कहने ही वाले हैं. जिब्रील अलैहिस्सलाम का नुज़ूल होता है, ला तहज़न इन्नल्लाह माना. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് മറുപടി പറയാൻ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് തന്നെ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നുള്ള പ്രത്യേകമായ സന്ദേശാടിസ്ഥാനത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ സമാധാനിപ്പിക്കുന്നു. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, നിങ്ങൾ വിഷമിക്കേണ്ട, ദുഃഖിക്കേണ്ട, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൂടെയുണ്ട്. वो मायत अल्लाह की आज भी है. ആ അള്ളാഹു കൂടെയുണ്ട് എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച ആ അള്ളാഹു കൂടെയായ അവസ്ഥ ഇന്നും നമ്മോടൊപ്പവുമുണ്ട്. वो मायत अल्लाह की सरकारे दो आलम और सैयदना सिद्दीक तक महदूद नहीं. അള്ളാഹുവിന്റെ ആ മഅയ്യത്ത്, അള്ളാഹുവിന്റെ ആ സാമീപ്യം, അള്ളാഹുവിന്റെ കൂടെയാവൽ ബഹുമാനപ്പെട്ട റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടൊപ്പം മാത്രം അവസാനിച്ചിട്ടില്ല. क़यामत तक मुसलमान जिंदा है और जब तक अल्लाह की मायत उनके साथ है. ഖിയാമത്ത് നാൾ വരെ മുസൽമാൻ ഈ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അവരോടൊപ്പമെല്ലാം അള്ളാഹുവിന്റെ മഅയ്യത്ത് അതേ ക്രമത്തിൽ തന്നെയുണ്ട്. कभी भी इंसान मुतफक्किर होकर, परेशान होकर अल्लाह के तरफ रुजू हुआ, अल्लाह से मुतालिबा किया, अल्लाह से रब्त पैदा किया, मुहाल. बल्कि क्या कर रहा है दौरे हाजिर का मुसलमान? जब परेशानी में मुब्तला होता है, माँ सिवा अल्लाह की तरफ अपने रुख को कर देता है. अल्लाह का जलाल गैज में आ जाता है, मेरा बंदा होकर गैरों की तरफ जा रहा है.
ഏതെങ്കിലും സന്ദർഭത്തിൽ വല്ല പ്രശ്നവും മുസ്ലിമായ ഒരു മനുഷ്യന് സംഭവിക്കുകയാണ്, ഏതെങ്കിലും ഒരു വേവിലാതിയോ ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ടോ അവനെ പിടികൂടുകയാണ്, ഏതെങ്കിലും ഒരു പ്രയാസഘട്ടങ്ങളെ അവൻ അഭിമുഖീകരിക്കുകയാണെങ്കിൽ ഈ സന്ദർഭത്തിൽ ഈ കാലഘട്ടത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു മുസൽമാൻ സങ്കടപ്പെട്ടുകൊണ്ട് തന്റെ സങ്കടം അള്ളാഹുവിന് മുമ്പിൽ ബോധ്യപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടോ? തന്റെ വിഷമാവസ്ഥ അള്ളാഹുവിനോട് പറയുക എന്ന ചുറ്റുപാടിലേക്ക് എത്തിയിട്ടുണ്ടോ? മറിച്ച് അള്ളാഹുവിനോട് തന്റെ കാര്യങ്ങൾ പറയുന്നതിന് പകരം, തന്റെ വേവിലാദികൾ തന്റെ ഉടമസ്ഥനായ റബ്ബിനെ കേൾപ്പിക്കുന്നതിന് പകരം, തന്റെ പ്രശ്നത്തിന് പരിഹാരമായിക്കൊണ്ട് അള്ളാഹു അല്ലാത്ത ഇതര സൃഷ്ടികളിലേക്ക് ഓടുന്ന ഒരു സമ്പ്രദായമാണ് ഇന്നത്തെ ആധുനിക മുസൽമാൻ സ്വീകരിച്ചിട്ടുള്ളത്. ഈ അവസ്ഥ കണ്ടുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല കോപിക്കുകയാണ്. ഈ വ്യക്തി എന്റെ അടിമയായിരിക്കെ ഞാനല്ലാത്ത മറ്റൊരുത്തനിലേക്ക് എങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയുകയും ആ നിലക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ സംബന്ധിച്ച് കോപിക്കുകയും ചെയ്യുകയാണ്. सरकारे दो आलम के दौर में अकायद की तालीम दी जा रही है, सहाबा के दौर में, खुलफाए राशिदीन के दौर में अकीदे की जांच और इम्तिहान लिया जा रहा है. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ അവിടെയുള്ള സഹാബത്തിന് അഖീദയെ സംബന്ധിച്ച കാര്യങ്ങളാണ് ആദ്യമായി പഠിപ്പിച്ചു കൊടുത്തത്. ബഹുമാനപ്പെട്ട സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ഖുലഫാഉർ റാഷിദീങ്ങളായ ആ മഹാന്മാരും അവിടെ ഉണ്ടായിരുന്ന സഹാബത്തിന് അവരുടെ വിശ്വാസങ്ങൾ ഊർജ്ജപ്പെടുത്തുകയും തന്നെയല്ല അവരുടെ വിശ്വാസങ്ങളെ തകരാറുകളെ പരിശോധിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയായിരുന്നു അവരിൽ ഉണ്ടായിരുന്നത്. ഹദ്റത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹു का दौर है, हज़रत उमर फारूक റളിയല്ലാഹു തആല അൻഹു का दौर है. ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടമാണ്. बैठे बैठे आपको ख्याल आया कि अल्लाह के बंदों के अकायद का जो है जांचना और इम्तिहान लेना. അവരൊരിക്കൽ ആലോചിക്കുകയാണ്, അള്ളാഹുവിന്റെ അടിമകളുടെ വിശ്വാസങ്ങൾ ഏത് ക്രമത്തിലാണുള്ളത് അതൊന്ന് മനസ്സിലാക്കണമെന്ന് അവർ ചിന്തിക്കുകയാണ്. आप मदीने तैयबा से बाहर निकल जाते हैं. ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മദീനത്തു തയ്യിബയിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. एक वादी में चले जाते हैं. ഒരു മലഞ്ചരിവിലേക്ക് ബഹുമാനപ്പെട്ടവർ പോകുന്നു. वहाँ एक नौजवान लड़का बकरियां चरा रहा है. അവിടെ ഒരു ചെറുപ്പക്കാരനായ കുട്ടി ആടുകളെ മേച്ചുകൊണ്ടിരിക്കുന്നു. क्या पूछते हैं उससे, ऐ लड़के मुझे एक बकरे की जरूरत है, एक दुम्बे की जरूरत है, क्या कीमत होना, मैं देना चाहता हूँ, मुझे एक दुम्बा दे. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആ ആടിനെ മേച്ചുകൊണ്ടിരിക്കുന്ന ആ കുട്ടിയെ വിളിച്ചുകൊണ്ട് പറയുന്നു, എനിക്ക് ചെറിയൊരു ആട്ടിൻകുട്ടിന്റെ ആവശ്യമുണ്ട്, അതിന് എന്താണോ വിലയെങ്കിൽ ഞാൻ നൽകാം, എനിക്കൊരു ആടിനെ നൽകണമെന്ന് പറയുന്നു. वो लड़का कहता है मैं मालिक नहीं हूँ, मैं गुलाम हूँ, मैं नौकर हूँ, ये माल मेरे मालिक का है. ആ വ്യക്തി പറയുകയാണ്, ഞാൻ മുതലാളിയല്ല, ഈ ആടുകളുടെ ഉടമസ്ഥനല്ല, ഞാൻ അദ്ദേഹത്തിന്റെ ജോലിക്കാരനും അദ്ദേഹത്തിന്റെ അടിമയുമാണ്, ഞാൻ ഇതിന്റെ ഉടമസ്ഥനല്ല, ഉടമസ്ഥൻ മറ്റൊരാളാണ്. हजरत उमर रज़ियल्लाहु तआला अन्हु इम्तिहान ले रहे हैं. ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആ ചെറുപ്പക്കാരനായ മുസ്ലിമായ മനുഷ്യന്റെ വിശ്വാസം എങ്ങനെയാണെന്ന് പരിശോധിച്ചു നോക്കുകയാണ്. आप क्या फरमाते हैं? ബഹുമാനപ്പെട്ടവർ പറയുന്നു, अरे तेरा मालिक कहाँ है जो देख रहा है? तू अगर मालिक पूछा तो कह दे कि कोई भेड़िया उठा के ले गया होगा, तू पैसे ले और मेंढा मेरे को दे दे. ഇപ്പോൾ ഈ ഇത്രയും വലിയ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഒരു ആടിനെ എനിക്ക് വിൽക്കുകയാണെങ്കിൽ ഈ കാര്യം നിന്റെ ഉടമസ്ഥൻ എങ്ങനെ അറിയാനാണ്? നീ ഒരു ആടിനെ എനിക്ക് നൽകുക, അതിന് പകരം ഞാൻ നൽകുന്ന പൈസ നീ എടുക്കുകയും ചെയ്യുക. അഥവാ മുതലാളി എങ്ങനെയെങ്കിലും അന്വേഷിക്കുകയാണെങ്കിൽ നീ പറയണം അതിനെ വല്ല ചെന്നായോ മറ്റോ പിടിച്ചുകൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്ന് ബഹുമാനപ്പെട്ടവർ ആ വ്യക്തിയോട് പറഞ്ഞു. ആ ആട്ടിനെ മേച്ചുകൊണ്ടിരിക്കുന്ന ആ ചെറുപ്പക്കാരൻ പറയുന്ന മറുപടി എന്താണ്? അരെ മേരാ മാലിക് ന ദേഖാ സഹി മഗർ മാലികുൽ മുൽക് തോ ദേഖ് രഹാ ഹൈ. എന്റെ ഉടമസ്ഥൻ ഇത് കാണുന്നില്ല, അത് ശരിയാണ്, പക്ഷേ ഈ ലോകത്തിന്റെ ഒന്നടങ്കം ഒരു ഉടമസ്ഥനുണ്ട്, അവൻ കാണുന്നുണ്ടല്ലോ. जब तक मुसलमानों के अकायद ऐसे मजबूत थे, सारी दुनिया पर हुकूमत कर रहे थे और सारी दुनिया पर हल्ला बोल रहे थे. ഈ ഉറച്ചതായ വിശ്വാസം ഏത് കാലഘട്ടം വരെ മുസ്ലിമീങ്ങളിൽ നിലനിന്നിരുന്നോ ആ കാലഘട്ടത്തിലൊന്നും തന്നെ മുസ്ലിമീങ്ങളെ ഭയപ്പെടുത്താൻ ലോകത്തുള്ള ഒരു ശക്തിക്കും സാധിച്ചിട്ടില്ല. മുസ്ലിമീങ്ങൾ ലോകത്തുള്ള സർവരും ഭയപ്പെടുമായിരുന്നു. അവരുടെ അഭിമാനത്തെയോ അന്തസ്സിനോ ചോദ്യം ചെയ്യാൻ ലോകത്തുള്ള ഒരു ശക്തിക്കും സാധിച്ചിരുന്നില്ല. ये अकायद की तालीम सरकार दो आलम के दौर में, सहाबा के दौर में, ताबईन के दौर में, औलिया के दौर में जारी रही. ഈ പഠനങ്ങൾ, ഈ പറയുന്ന കാര്യങ്ങൾ, ഈ വിശ്വാസത്തിന്റെ പഠനങ്ങൾ ബഹുമാനപ്പെട്ട സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു.
സഹാബത്തിന്റെ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു, താബിഈങ്ങളുടെ കാലഘട്ടങ്ങളിലും അത് നിലനിന്നിരുന്നു. അതിനുശേഷം അള്ളാഹുവിന്റെ ഔലിയാക്കൾ ലോകത്ത് ധാരാളമായി ജീവിച്ചു കൊണ്ടിരുന്ന ആ കാലഘട്ടങ്ങളിലും ലോകം മുഴുവൻ ഇത് നിറഞ്ഞു നിന്നിരുന്നു. अब ये दौर में अकायद की तालीम उनखा हो गई. എന്നാൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ വിശ്വാസങ്ങളെ സംബന്ധിച്ച ഈ പഠനം ലോകത്ത് നിന്ന് പൂർണ്ണമായും നാമാവിശേഷമായി തീർന്നിരിക്കുകയാണ്. जामिआत में पढ़ा दिया जाता है, കേവലം മതസ്ഥാപനങ്ങളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രം. असबाब तौहीद के पढ़ाए जाते हैं, തൗഹീദിന്റെ പേരിൽ ഏതൊക്കെയോ പാഠങ്ങൾ കുട്ടികൾക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. मगर मवाहिद बनाने की कोशिश नहीं करते. പക്ഷേ ഈ മുസ്ലിമീങ്ങളായ ജനങ്ങളെ യഥാർത്ഥ മുവഹിദീങ്ങളാക്കി തീർക്കാനുള്ള പരിശ്രമം നടക്കുന്നില്ല. आबिद बनाने की कोशिश करते हैं, जाहिद बनाने की कोशिश करते हैं. അവരെ ഇബാദത്ത് ചെയ്യുന്ന ആബിദീങ്ങളാക്കി തീർക്കുവാൻ പരിശ്രമം നടക്കുന്നുണ്ട്. അവരെ സർവ്വസമയത്തും ഇബാദത്ത് ചെയ്യുന്ന ഒരു സാഹിദീങ്ങളാക്കി മാറ്റുവാനുമുള്ള പരിശ്രമം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. जब तक मुसलमान रासिखुल अकीदा होगा नहीं, उस वक्त तक अल्लाह की नुसरत इससे वाबस्ता नहीं होगी. ഏത് സന്ദർഭം വരെ മുസൽമാൻ ഉറച്ച വിശ്വാസത്തിന് അവകാശിയായി തീരുന്നില്ലയോ, ആ സന്ദർഭം വരെ അള്ളാഹുവിന്റെ സഹായത്തെ പ്രാപിക്കുവാൻ ഇവൻ ഒരിക്കലും തന്നെ യോഗ്യനായി തീരുകയില്ല. अकीदा फासिख रखकर अगर तू तहज्जुद गुजार है, सौमो सलात का पाबंद है, अल्लाह कबूल नहीं करता उसको. പിഴച്ച അഖീദ താൻ ഉൾക്കൊള്ളുന്നതിനോടൊപ്പം നീ തഹജ്ജുദ് നിസ്കാരം തന്നെ നിർവഹിക്കുന്നവനായാലും പരിപൂർണമായി നിസ്കാരവും നോമ്പുമെല്ലാം പരിപൂർണമായി നീ നിർവഹിക്കുന്നവനായി മാറിയാലും നിനക്കൊന്നും തന്നെ അള്ളാഹുമായി നേടിയെടുക്കാൻ സാധ്യമാകുന്നതല്ല. दौरे हाजिर के मुसलमान के क़ल्ब से अल्लाह की खशियत भी निकल गई, अल्लाह की मोहब्बत भी निकल गई. ഈ കാലഘട്ടത്തിലെ മുസൽമാന്റെ ഹൃദയത്തിൽ നിന്ന് അള്ളാഹുവിനോടുള്ള ഭക്തിയും ഭയവും പൂർണ്ണമായി ഇല്ലാതായി തീർന്നിരിക്കുകയാണ്. അള്ളാഹുവിനോടുള്ള സ്നേഹവും ഇന്ന് ഇവന്റെ മനസ്സിൽ ഇവനെ തൊട്ട് തീണ്ടിയിട്ട് പോലുമില്ല. कैसा अकीदा रखने वाला मुसलमान, മുസൽമാൻ അവൻ എങ്ങനത്തെ വിശ്വാസം ആർജിക്കേണ്ടവനാണ്? अकायद ही से इसकी हयात है. വിശ്വാസാടിസ്ഥാനത്തിൽ വിശ്വാസത്തിന്റെ പേരിൽ മാത്രമാണ് യഥാർത്ഥത്തിൽ ഇവന്റെ ജീവിതം തന്നെ. अगर अकीदा फासिक हो गया, इसकी मौत है. അഥവാ ഇവന്റെ വിശ്വാസം ഇവനിൽ നഷ്ടപ്പെട്ടു പോയാൽ അത് ഇവന്റെ മരണത്തിന് സമമാണ്. इस्लाम पहले अकायद से तुमका मुतालबा किया. നിങ്ങളോട് ഇസ്ലാം ആദ്യമായി ആവശ്യപ്പെട്ടിട്ടുള്ളത് വിശ്വാസങ്ങളെയാണ്. तारीख शाहिद है, जब कौम के अकायद बिगड़ते तो अल्लाह ताला अंबिया की बेसत अमल में लाते. ചരിത്രം സാക്ഷിയാണ്. ഏതൊരു കാലഘട്ടത്തിൽ ജനങ്ങളുടെ വിശ്വാസം താറുമാറാകുന്നോ തകരാറാകുന്നോ ആ കാലഘട്ടങ്ങളിലെല്ലാമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകന്മാരായ അമ്പിയാക്കളെ നിയോഗിച്ചുകൊണ്ടിരുന്നത്. जब अकीदा समझ जाता है, അവരുടെ വിശ്വാസം ശരിയായി കഴിഞ്ഞാൽ बंदे का अल्लाह से जोड़ हो जाता है, അടിമയുടെ ബന്ധം അല്ലാഹുമായി സ്ഥാപിതമായി കഴിഞ്ഞാൽ अल्लाह से रब्त पैदा हो जाता है, അല്ലാഹുമായി ഇവനൊരു ബന്ധം സ്ഥാപിക്കാൻ സാധിച്ചാൽ उस रब पर जब वो इबादत करता है तो अल्लाह उसकी इबादत को कबूल करता है. അല്ലാഹുമായി സ്ഥാപിതമായ ആ ബന്ധത്തിന് അടിസ്ഥാനത്തിൽ അവൻ ഇബാദത്ത് ചെയ്യുകയാണെങ്കിൽ ആ ഇബാദത്തിന് ഉടനെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നതാണ്. दौरे हाजिर का मुसलमान माँ सिवा अल्लाह से जुटा हुआ है, अल्लाह से जुटा हुआ है. ഈ കാലഘട്ടത്തിലെ മുസൽമാൻ അല്ലാഹു അല്ലാത്ത ഇതര വസ്തുക്കളോടെല്ലാം അവൻ ബന്ധം സ്ഥാപിച്ചു കൊണ്ടിരിക്കുന്നു. അവന് ബന്ധമില്ല എങ്കിൽ അള്ളാഹുവിനോട് മാത്രം യാതൊരു മാനസിക ബന്ധവുമില്ല. फकत इबादत के वक्त नजर आता है मुसलमान. കേവലം ഒരു ഇബാദത്തിന്റെ സന്ദർഭത്തിൽ മാത്രമാണ് ഏതെങ്കിലും ഒരു നിലയിലുള്ള ബന്ധമെങ്കിലും ഇവനിൽ അള്ളാഹുമായി കാണപ്പെടുന്നത്. अगर इसका तजजिया किया जाए तो इसकी जिंदगी में इस्लाम नजर नहीं आता. അഥവാ ഈ മുസൽമാന്റെ ജീവിതത്തിന്റെ ഓരോ വശങ്ങളും ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ ഇവന്റെ ജീവിതത്തിൽ ഇസ്ലാമിന്റെ ഒരു അടയാളവും എവിടെയും കാണപ്പെടുന്നില്ല. ये किसका खुसूर है? ഇത് ആരുടെ തകരാറാണ്? जामिआत का, उलमा का, मशाइखीन का, खुलफा का खुसूर है ये. ഇത് ആരുടെ തകരാറാണ്? നമ്മുടെ നാട്ടിലുള്ള പണ്ഡിതന്മാരുടെ തകരാറ്, നമ്മുടെ മതസ്ഥാപനങ്ങളുടെ തകരാറ്, നമ്മുടെ ഇടയിലുള്ള ഷൈഖന്മാരുടെയും മശായിഖന്മാരുടെയും തകരാറ്, നമ്മുടെ ഇടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഖുലഫാക്കളുടെ തകരാറാണിത്. अपनी मनफियत के लिए अल्लाह के बंदे को जो है गुमराह होता है तो होता सही. തന്റെ കാര്യലാഭത്തിന് വേണ്ടി അഥവാ അള്ളാഹുവിന്റെ ഒരു അടിമ പിഴച്ചു പോവുകയാണെങ്കിൽ പിഴച്ചു പോകട്ടെ, അതെനിക്ക് പ്രശ്നമല്ല, എന്റെ കാര്യലാഭം സാധിച്ചാൽ മതി എന്ന തത്വത്തിലാണ് ഇവനുള്ളത്.
आप मुरादा फरमाइए कि हम बज़बान हाल ये कहते हैं, दुनिया हमको ये कहती है कि ये मुसलमान है। ഇന്ന് നമ്മുടെ അവസ്ഥയിൽ നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? എന്നാൽ ലോകം ഇന്ന് നമ്മെ കണ്ടുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മെ സംബന്ധിച്ച് ഒരു മുസൽമാൻ എന്ന അടിസ്ഥാനത്തിലാണ്. ഇസ്ലാം പക്ഷേ നമ്മിൽ ഇസ്ലാം എവിടെ? ഫഖത് ഇബാദത്ത് കെ വഖ്ത്, കേവലം ഒരു ഇബാദത്തിന്റെ നേരത്ത് മാത്രമോ? ഉസ്കെ ബാദ് ആസാദ്, അതിനുശേഷം നാം സ്വതന്ത്രരായി മാറിയോ? മുആമലാത്ത് മേ ഇസ്ലാം നഹീ, നമ്മുടെ ഇടപാടുകളിൽ ഇസ്ലാമിന് പ്രവേശനമില്ല. ഇസ്ദിവാജി ജിന്ദഗി കെ ബസർ കർനെ മേ ഇസ്ലാം നഹീ, ഭാര്യ ഭർതൃ ജീവിതത്തിന് മധ്യത്തിൽ ഇസ്ലാമിന്റെ നിയമങ്ങൾക്ക് യാതൊരു സ്ഥാനവുമില്ല. ബച്ചോं की तरबियत में इस्लाम नहीं, നമ്മുടെ സന്താനങ്ങളെ വളർത്തുന്ന രംഗത്ത് ഇസ്ലാമിന് പ്രവേശനമില്ല. മുആമലാത്ത് में इस्लाം नहीं, നമ്മുടെ പരസ്പര ഇടപാടുകളിൽ ഇസ്ലാമിന് പ്രവേശനമില്ല. रहन सहन में इस्लाम नहीं, നമ്മുടെ ജീവിത രീതികളിൽ ഇസ്ലാമിന് പ്രവേശനമില്ല. वज़ा ख़ता में इस्लाम नहीं, നമ്മുടെ വസ്ത്രത്തിലും നമ്മുടെ കോലത്തിലും ഇസ്ലാമിന് പ്രവേശനമില്ല. शक्ल में इस्लाम नहीं, നമ്മുടെ കോലത്തിൽ ഇസ്ലാമിന് പങ്കില്ല. लिबास में इस्लाम नहीं। വസ്ത്രത്തിൽ ഇസ്ലാമില്ല. ये कौन सा मुसलमान है? ഇത് ഏത് മുസൽമാനാണ്? कौन सा मुसलमान है ये? ഇത് ഏത് മുസൽമാനാണ്? इसकी सूरत, इसका लिबास, इसके सर के बाल, इसका रहना, इसका सहना नसरानी या यहूदी? ഇവന്റെ പ്രത്യക്ഷമായ കോലം, ഇവന്റെ മുഖം, ഇവന്റെ വസ്ത്രം, ഇവന്റെ മുടി, ഇതൊക്കെ കണ്ടാൽ തോന്നുന്നത് ഇവൻ ഒരു നസ്രാണിയോ അതല്ലെങ്കിൽ ഒരു ജൂതനോ ആണ്. अगर हम सूरत ऐसी बनाए, लिबास ऐसा पहने, माहौल ऐसा रखे, फिर इस्लाम कहाँ गया हमारा? നമ്മുടെ കോലം ഈ നിലയിലാണെങ്കിൽ, നമ്മുടെ വസ്ത്രം ഈ നിലയിലാണെങ്കിൽ, നമ്മുടെ ആചാരങ്ങളും ജീവിത രീതിയും ഈ ക്രമത്തിലാണെങ്കിൽ, നമ്മുടെ ചുറ്റുപാടുകൾ ഈ ക്രമത്തിലാണെങ്കിൽ, പിന്നെ നമ്മിൽ ഇസ്ലാം എവിടെ? ഇസ്ലാം നമ്മിൽ നിന്ന് എവിടെ പോയി? सारे माशरे को जो है माहौल में तब्दील कर दिया. നമ്മുടെ മൊത്തം സമൂഹത്തെ നാം അത് ചുറ്റുപാട് കാരണമായി സംഭവിച്ചതാണ് എന്ന് പറഞ്ഞ് ചുറ്റുപാടിന്റെ കുറ്റമായി അങ്ങോട്ട് തള്ളിവിട്ടിരിക്കുകയാണ്. മിമ്പറോं से सदाएं आती है. ഇന്ന് മിമ്പറയിൽ നിന്ന് വരുന്ന ശബ്ദം, വമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി. മിമ്പറയിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന ശബ്ദം, പണ്ഡിതന്റെ ശബ്ദം എന്താണ്? വമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി. जो मेरी सुन्नत पर रग़बत नहीं करेगा वो मुझसे नहीं. ഏതൊരു വ്യക്തി എന്റെ മഹത്തായ ചര്യയെ തൊട്ട് മുഖം തിരിച്ചോ അവൻ എന്നിൽ തന്നെ പെട്ടവനല്ല എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു എന്ന വാക്കാണ്. ऐ काश दौरे हाजिर का मुसलमान उलमा के दामन को पकड़ के पूछता कि इस्लाम मुझसे क्या तकाज़ा कर रहा है. ഇത് കേൾക്കുന്ന സന്ദർഭത്തിൽ ഈ കേൾക്കുന്ന വ്യക്തി അതേ പണ്ഡിതന്റെ കൈ പിടിച്ചുകൊണ്ട് ചോദിക്കുകയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എന്നോട് മുസൽമാൻ, പണ്ഡിതനവർകളെ, എന്നോട് ഇസ്ലാം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വസ്തുതകൾ എന്തെല്ലാമാണ്? ഞാൻ ആ നബിയുടെ ചര്യയെ എങ്ങനെ പിൻപറ്റണം എന്ന് ചോദിക്കേണ്ടിയിരുന്നു. ये सुन्नत की तरफ अगर रग़बत नहीं करे, सरकार दो आलम उम्मत से खारिज फरमा दिया. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു സുന്നത്തിനെ തൊട്ട് മുഖം തിരിച്ചാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വ്യക്തിയെ തന്റെ സമുദായത്തിൽ നിന്ന് തന്നെ പുറത്താക്കുകയാണ് ചെയ്യുന്നത്. दौरे हाजिर का मुसलमान ऐसा नजर आता है कि इस्लाम से बेजार हो गया है. ഈ കാലഘട്ടത്തിലെ മുസൽമാനെ കണ്ടാൽ തോന്നുന്നത് ഇവന് ഇസ്ലാമിനെ തൊട്ട് പൂർണ്ണമായും മടുത്തുപോയിരിക്കുന്നു, ഇസ്ലാമിനോട് ഇവന് പുച്ഛമാണ്, വെറുപ്പാണെന്നാണ്. इसकी तदफीन इस्लाम पर, ഇവൻ ഇന്ന് ആക്ഷേപിക്കുന്നത് ഇസ്ലാമിനെ. इसका अख्त इस्लाम पर, अख्त शादी, ഇവന്റെ കല്യാണം ഇസ്ലാം അടിസ്ഥാനത്തില്, और इसका नाम इस्लाम पर, ഇവന്റെ പേര് ഇസ്ലാമിന്റെ, और वक्त नमाज मस्जिद में मौजूद मुसलमान, അതോടൊപ്പം നിസ്കാര സമയമായാൽ പള്ളിയിലും ഇതേ മുസ്ലിമായി ഇവൻ ഹാജര്. बाकी सारी जिंदगी इस्लाम से कोई ताल्लुक नहीं. ബാക്കിയുള്ള ഇവന്റെ ജീവിതത്തിന്റെ ഒരു മേഖലയിലും ഇസ്ലാമുമായി പുലബന്ധം പോലും ഇവനില്ല. ये कैसी पचरंगी है हमारी. ഇത് നമ്മുടെ ഈ ഇരട്ടത്താപ്പ് നയം എങ്ങനെയാണെന്ന് ആലോചിക്കണം. ये कैसा हमारा अमल है जो तारीख खामोश है हमको देखकर. ഈ നമ്മുടെ ജീവിതാവസ്ഥ കണ്ടുകൊണ്ട് നമ്മുടെ ചരിത്രം മൂകമായി നോക്കി നിൽക്കുകയാണ്. आप मुलाहिजा फरमाइए, നിങ്ങൾ ആലോചിക്കണം, सियासी जमातें जो होती है നമ്മുടെ ഇടയിലുള്ള രാഷ്ട്രീയ പാർട്ടികള് अपना एक निशान रखती है. അവരുടേതായ പ്രത്യേക ഒരു അടയാളം, ഒരു ലക്ഷണമുണ്ട്. अगर वही सियासी लीडर അതേ രാഷ്ട്രീയ നേതാവ് तमाम सियासी जमातों के निशानात अपने जिस्म पर अगर पैबस कर ले, देखने वाला उसको बेवकूफ कहेगा. ഈ രാഷ്ട്രീയ നേതാവ് അഥവാ തന്റെ നാട്ടിലുള്ള എല്ലാ രാഷ്ട്രീയക്കാരുടെയും അടയാളങ്ങളെ തന്റെ ശരീരത്തിൽ അഥവാ കുത്തിവെച്ചുകൊണ്ട് നടക്കുകയാണെങ്കിൽ കാണുന്നവർ പറയും ഇവനൊരു ഭ്രാന്തനാണ് എന്ന്. मैं बेहौले ही ताला 50 साल से मलबार आता हूं. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട്
50 വർഷത്തോളമായി ഞാൻ കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. मेरी तकरीर सुने सब खबर में सो रहे हैं. അക്കാലത്ത് എന്റെ പ്രസംഗം കേട്ട ആളുകളൊക്കെ ഇന്ന് ഖബറിൽ ഉറങ്ങുകയാണ്. कुछ साथियां अभी मौजूद हैं. അക്കാലത്തുള്ള ഏതാനും ചില കൂട്ടുകാരെ ഇന്ന് ജീവിച്ചിരിക്കുന്നുള്ളൂ. मैं किराए का मौलवी नहीं हूँ ഞാനൊരു വാടക പ്രസംഗികനല്ല, जो तुमको फजाइल सुना के गुमराह करके चले जाऊं. നിങ്ങൾക്ക് കേവലം ശ്രേഷ്ഠതകൾ പ്രാപിക്കാൻ പറ്റിയ കഥകൾ പറഞ്ഞ് നിങ്ങളെ പിഴപ്പിക്കാൻ വന്ന ആളല്ല. इस्लाम का क्या तकाजा है वो पेश करूंगा बेहौले ही ताला. ഇസ്ലാം നമ്മോട് എന്താണ് ആവശ്യപ്പെടുന്നത് എന്ന വസ്തുതയാണ് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിരത്തി വെച്ചുകൊണ്ടിരിക്കുന്നത്. हम क्या कहते हैं? നാം എന്താണ് പറയാറുള്ളത്? नारे रिसालत, നാം പറയാറുണ്ട് റസൂലുള്ളാഹിന്റെ പേര് പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വിളിക്കാറുണ്ട്. അങ്ങനെ യാ റസൂലല്ലാ എന്നതിന് മറുപടി പറയാറുണ്ട്. चेहरा किसका बनाए? ഈ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കുന്ന നാം നമ്മുടെ മുഖത്തിന്റെ കോലം ആരുടെ കോലമാക്കിയാണ് വെച്ചിട്ടുള്ളത്? सर में नसरानी बाल कैसे? എന്നിരിക്കെ ഈ മുദ്രാവാക്യം വിളിക്കുന്നവന്റെ തലയിൽ നസ്രാനിയുടെ മുടി എങ്ങനെ? जिस्म पर नसरानी लिबास कैसा? ഇവന്റെ ശരീരത്തിൽ നസ്രാനിയുടെ വസ്ത്രം എങ്ങനെ? तुम्हारे मामलात में बैंक कैसा? നിങ്ങളുടെ ഇടപാടുകൾ ബാങ്ക് എങ്ങനെ വന്നു? तुम्हारी तिजारतें बगैर बैंक के चल नहीं सकती. നിങ്ങളുടെ കച്ചവടങ്ങൾ ആ ബാങ്ക് പലിശ കൂടാതെ നടക്കൂല. ये सब क्या खराबियां हमें पैदा हो गई? ഈ കേടുകളൊക്കെ നമ്മിൽ വന്നതെങ്ങനെ? कोई आगाह करने वाला नहीं है. നമ്മെ ഇത് ഉണർത്തിത്തരാൻ നമ്മുടെ ഇടയിൽ ആരുമില്ല. अगर आपसे कहा जाए അഥവാ നിങ്ങളോട് പറയുകയാണ്, अरे ये पैंट का पहनना इस्लामी माशरे के खिलाफ है, ഈ പാൻസ് ധരിക്കുക എന്നത് ഇസ്ലാമിക സംസ്കാരത്തിന് വിരുദ്ധമാണ് എന്ന് പറഞ്ഞാൽ फिखा का मसला है, सतर छुपाना वरना हराम है वो. നിങ്ങൾ പറയും ഫിഖ്ഹിന്റെ മസ്അല ഔറത്ത് മറക്കുക എന്നുള്ളതാണ്, അതല്ലെങ്കിൽ അത് ഹറാമാണ്. और साख्त सतर बताना എന്നാൽ ഔറത്ത് കാണിക്കൽ ഹറാമാണെന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ ये इंग्रेजों का तरीका, ये नसारा का तरीका है. ये ആ ഔറത്തിന്റെ കോലം മറ്റുള്ളവർക്ക് കാണത്തക്ക വസ്ത്രം ധരിക്കല് ഇത് നസ്രാനികളുടെ രീതിയാണ്. वो नसरानी लिबास पहनकर मोहम्मद रसूलुल्लाह का गुलाम साबित हो कर रहा है. ആ നസ്രാനിയുടെ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് തന്നെ സംബന്ധിച്ച് താൻ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു എളിയ ദാസനാണ് എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടിരിക്കുന്നത്. गाय छाप मोहम्मद रसूलुल्लाह की. എവിടെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ചര്യ? दुश्मन इस्लाम का मुसलमान है या काफिर है? നാം മനസ്സിലാക്കണം, ഇന്ന് ഇസ്ലാമിന്റെ യഥാർത്ഥ ശത്രു മുസൽമാനാണോ അതല്ല കാഫിറോ? अपनी जिंदगी से हर एक चीज को उतार के छोड़ दिया. ഇസ്ലാമിന്റെ ഏതെല്ലാം അടയാളങ്ങളുണ്ടോ അതൊക്കെ തന്റെ ശരീരത്തിൽ നിന്ന് വലിച്ചെറിഞ്ഞ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് മുസൽമാൻ. सरकार दो आलम ने इरशाद फरमाया, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, मन तशब्बह बिकौमिन फहुवा मिनहुम. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. जो जिस कौम की शबात लेगा उससे हो जाएगा. ഏതൊരു വ്യക്തി ഏതൊരു സമൂഹവുമായി സാമ്യപ്പെട്ടുകൊണ്ട് സാദൃശ്യമായി ജീവിക്കുന്നുവോ അവനും ആ വിഭാഗത്തിൽ തന്നെ പെട്ടവനാണ്. दौरे हाजिर का मालदार जाहिल ഈ കാലഘട്ടത്തിലെ മുതലാളിയായ അജ്ഞനായ വ്യക്തി ये कह के दिलासा देता है अपने खल्क को, അവൻ തന്റെ മനസ്സിന് സമാധാനം കണ്ടെത്തുന്നത് ഈ വാക്കുകൊണ്ടാണ്. अरे लिबास है, इससे क्या ताल्लुक इस्लाम को? ഇത് കേവലം വസ്ത്രമല്ലേ, വസ്ത്രത്തിന് ഇസ്ലാമുമായി എന്ത് ബന്ധമാണുള്ളത് എന്നാണ് ചോദിക്കുന്നത്. अगर यही फलसफे पर अगर तू टिकता है, ഇത് തന്നെയാണ് നിന്റെ ഫിലോസഫി എങ്കിൽ घर से बीवी की या माँ की साड़ी पहन के निकल जा बाहर. വീട്ടിൽ നിന്ന് പുറത്തു വരുമ്പോൾ തന്റെ ഉമ്മയുടെയോ അല്ലെങ്കിൽ ഭാര്യയുടെയോ സാരി വാങ്ങി ധരിച്ചുകൊണ്ടൊന്ന് പുറത്തു വാ. क्योंकि लिबास है वो भी. അതും ഒരു വസ്ത്രം തന്നെയല്ലേ? ये तो सुन्नत है, ഇത് സുന്നത്തായ വസ്ത്രം. ये तो नसारा का लिबास है, खुदा के दुश्मन का लिबास है, मोहम्मद रसूलुल्लाह के दुश्मन का लिबास है. നീ ധരിച്ചതായ ഈ വസ്ത്രം അള്ളാഹുവിന്റെ ശത്രുവിന്റെ വസ്ത്രം, നസ്രാനികളുടെ വസ്ത്രം, ജൂതന്റെ വസ്ത്രം, അതിനേക്കാൾ ഉത്തമമായിരുന്നല്ലോ നീ ആ പെണ്ണിന്റെ സാരി ധരിച്ചു കൊണ്ടുവരികയായിരുന്നെങ്കിൽ. कहाँ है इस्लाम? എവിടെയാണ് ഇസ്ലാം? अब्दुर्रहमान नाम है हमारा, അബ്ദുറഹ്മാൻ എന്ന് പേരേ ഉള്ളൂ. मगर आमाल क्या है हमारे? എന്നിരിക്കെ നമ്മുടെ പ്രവർത്തനം എന്താണ്? मुआमलात क्या है हमारे? നമ്മുടെ ഇടപാടുകൾ എങ്ങനെയാണ്? अकायद क्या है हमारे? നമ്മുടെ വിശ്വാസങ്ങൾ എങ്ങനെയാണ്? अगर तुम 1000 बार अब्दुर्रहमान बोलो,
നിങ്ങൾ തന്നെ സംബന്ധിച്ച് 1000 പ്രാവശ്യം അബ്ദുർ റഹ്മാൻ എന്ന് പറഞ്ഞാലും अल्लाह की नुसरत नहीं आएगी तुम पर। അള്ളാഹുവിന്റെ സഹായം നിങ്ങൾക്ക് ലഭിക്കുകയില്ല. क्यों? കാരണം कि बिलआमद तुम जो है अल्लाह को नाराज कर रहे हो। മനഃപൂർവ്വം നിങ്ങൾ അള്ളാഹുവിനെ വെറുപ്പിക്കാൻ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. बिलआमद तुम मोहम्मदुर रसूलुल्लाह को नाराज कर रहे हो। മനഃപൂർവ്വം നിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. दूसरी कौमों की शबाहत ले रहे हो। മറ്റുള്ള സമുദായത്തിൽപ്പെട്ട ആളുകളുടെ വസ്ത്രവും കോലവുമാണ് നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. इस्लाम के खवानीन को पसे पुश डाल दिया तुमने। ഇസ്ലാമിന്റെ സർവത്ര വ്യവസ്ഥകളെയും നിങ്ങൾ പുറന്തള്ളിയിരിക്കുകയാണ്. ये अकायद है। ഇത് വിശ്വാസ കാര്യങ്ങളാണ്. आदाब का क्या आलम है? നമ്മുടെ മര്യാദക്രമങ്ങൾ എന്താണ്? इबादतों का क्या आलम है? നമ്മുടെ ആരാധനകളുടെ അവസ്ഥ എന്താണ്? मुआमलात का क्या आलम है? നമ്മുടെ ഇടപാടുകളുടെ അവസ്ഥ എന്താണ്? ताज़ीरात का क्या आलम है? ഈ നിയമത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ നമ്മുടെ ശിക്ഷാ നടപടിയുടെ അവസ്ഥ എന്താണ്? आज हमारे घरों से सब रुखसत हो गया। നമ്മുടെ വീടുകളിൽ നിന്ന് ഇതെല്ലാം അവസാനിച്ചിരിക്കുകയാണ്. वक्त आखिर तदफीन इस्लाम के नाम पर हो रही है। കേവലം അവസാന സമയത്ത് നമ്മെ മറവ് ചെയ്യുക, നമ്മൾ ദഫൻ ചെയ്യുക എന്ന ഒരൊറ്റ പരിപാടി മാത്രമാണെന്ന് ഇസ്ലാമിക അടിസ്ഥാനത്തിൽ നടക്കുന്നത്. बुजुर्गों, हम बर्बाद हो जाना मगर इस्लाम को बर्बाद होने नहीं देना। ബഹുമാനികളെ, നാം സ്വയം നശിച്ചാൽ അത് പ്രശ്നമല്ല, പക്ഷെ ഒരിക്കലും ഇസ്ലാമിനെ നശിക്കാൻ അനുവദിച്ചു പോകരുത്. इस्लाम की हयात हमारी हयात है। ഇസ്ലാമിന്റെ ജീവിതം നമ്മുടെ ജീവിതമാണ്. इस्लाम को बर्बाद करके बदनाम करके तुमको जीने का हक नहीं। ഇസ്ലാമിനെ നശിപ്പിച്ചുകൊണ്ട്, ഇസ്ലാമിന് ദുഷ്പേര് വരുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ ഒരു നിമിഷം പോലും ഇവിടെ അധികാരമില്ല. आज जमाना तरक्की किया है, तरक्की नहीं किया, तनक्कुल में है जमाना। ഇന്ന് കാലഘട്ടം അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ പരിശോധിച്ചു നോക്കിയാൽ ഇവിടെ അഭിവൃദ്ധിയല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇവിടെ അധോഗതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ईजादात से अपने दिल को बहला रहा है, खालिक से अपना दिल नहीं बहला रहा है। പുതിയ പുതിയ നിർമ്മാണങ്ങളെ കൊണ്ട് തന്റെ മനസ്സിന് സമാധാനം കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. പക്ഷേ തന്റെ ഉടമസ്ഥനായ റബ്ബുമായി ഒന്ന് ഇണങ്ങിക്കൊണ്ട് തന്റെ മനസ്സിന് സമാധാനം കണ്ടെത്താൻ ശ്രമിക്കുന്നില്ല. दौरे हाजिर के मुसलमान में एक कहानी